നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. നവോത്ഥാന കേരളം ജാതി ചിന്തകൾക്ക് അതീതമായി എന്ന് നാം ഊറ്റം കൊള്ളുന്ന വർത്തമാനകാലത്തും ജാതി മതചിന്തകൾ നമ്മെ വേട്ടയാടുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം നമ്മിൽ ഉണർത്തുന്നത് ചില ആശങ്കകളാണ്. കാലഘട്ടങ്ങൾ നീണ്ട പോരാട്ടങ്ങളിലൂടെയും പരിശ്രമങ്ങളിലൂടെയും നാം തുടച്ചുമാറ്റിയ ഈ നിഴൽ ഇപ്പോഴും സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ഈ കരിനിഴൽ വ്യാപിക്കുകയും പടരുകയും ചെയ്യുന്നിടത്ത് കീഴാളൻ എവിടെ തളച്ചിടപ്പെടും എന്നത് കാലം ചർച്ച ചെയ്യേണ്ടതാണ്. അന്നമൂട്ടാൻ അക്ഷീണം പണിയെടുക്കുന്നവനെ വേണ്ടത്ര പരിഗണിക്കാതെ പോകുന്നുണ്ടോ എന്ന ചോദ്യമാണ് എഴുത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാറില്ലാത്ത ഷാജി പുൽപ്പള്ളി തൻ്റെ പുതിയ കൃതിക്ക് ജാതി ചോദിക്കുന്ന കാലം എന്ന പേരിടാനുള്ള കാരണം. എഴുത്തിലൂടെ ഷാജിമാഷ് എന്ന വിമർശകൻ പറഞ്ഞു വയ്ക്കുന്നത് ജാതീയതയുടെ പുതിയ കാലത്തെ കടന്നുകയറ്റത്തെക്കുറിച്ചാണ്. എഴുത്തുകൾ പോലും സമൂഹത്തിൽ നിന്നും മനുഷ്യത്വത്തിൽ നിന്നും അകന്നുപോയതായി അദ്ദേഹം സംശയിക്കുന്നു. നിലനിൽക്കുന്ന വ്യവസ്ഥയെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ഈ പൊങ്ങിണിക്കാരൻ വിമർശനം എന്നത് എഴുത്തുകാരനും വായനക്കാരനും ഇടയിലെ കൂലിയെഴുത്തല്ല എന്ന് വ്യക്തമാക്കുന്നു. മുഖവും ശരീരവും അടിയേറ്റ് നീരുവന്ന് വീർത്തവനെ കാട്ടി എന്താണ് ഇവൻ ചെയ്ത കുറ്റമെന്ന ചോദ്യം ഉയർത്തുമ്പോൾ ആ ചോദ്യം ശരങ്ങളായി വായനക്കാരൻ്റെ നെഞ്ചിൽ തുളച്ചു കയറുന്നു. നെഞ്ചുലയ്ക്കുന്ന ചില സത്യങ്ങളെ ഭാവനയുടെ അംശം ചേർക്കാതെ അവതരിപ്പിച്ചിടത്ത് എഴുത്തുകാരൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. എഴുത്ത് എന്നത് കേവലം സർഗാത്മകത എന്നതിനപ്പുറം അതിന് വലിയ ഒരു ദൗത്യമുണ്ടെന്നും പിറക്കുന്ന ഓരോ വാക്കിനും ഒരു ലക്ഷ്യമുണ്ടെന്നും പ്രസ്താവിക്കുന്ന ഈ എഴുത്തുകാരൻ്റെ മറ്റു കൃതികളൊക്കെയും സമാന സ്വഭാവങ്ങൾ ഉള്ളവയാണ്. സാമൂഹ്യ വ്യവസ്ഥ അനുനിമിഷം സ്വകാര്യവൽക്കരണത്തിന് വിധേയപ്പെട്ടു വരുന്ന ഈ കാലത്ത് സാമൂഹ്യ പരിഷ്കരണങ്ങളൊക്കെയും അപ്രസക്തമായി പോകുന്നുണ്ടോ എന്ന സംശയം എഴുത്തുകാരനു മാത്രമല്ല, വായിക്കുന്ന ഏവർക്കുമുണ്ടാവാം. ഈ ലേഖന സമാഹാരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നവയൊക്കെ വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായ വിഷയങ്ങളാണ്. ഊതി വീർപ്പിച്ച പൊങ്ങച്ച ബലൂണുകളെ തകർക്കാൻ പാകത്തിലുള്ള ഭയപ്പാടുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധി മൊട്ടുസൂചികൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ ലേഖന സമാഹാരത്തിലൂടെ നമ്മെ നയിക്കുന്നത് എഴുത്തുകാരിയും പ്രഭാഷകയുമായ ഷാഹിന ടീച്ചറാണ്. പിണങ്ങോട്ടെ WMO ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയായ ഈ വായനക്കാരി വൈത്തിരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. വായനയോടും എഴുത്തിനോടുമൊപ്പം യാത്ര ചെയ്യുന്ന ടീച്ചർ മികച്ച ഒരു സംഘാടകയും പ്രഭാഷകയുമാണ്. ജാതി ചോദിക്കുന്ന കാലം ഉയർത്തുന്ന ചിന്തകളെക്കുറിച്ച് നമുക്ക് ടീച്ചറിൻ്റെ വാക്കുകളിലൂടെ കേട്ടെടുക്കാം. ജാതി ചോദിക്കുന്ന കാലം ഷാജി പുൽപ്പള്ളി എഴുതിയ ലേഖന സമാഹാരമാണ്. അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി, ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിലുമുള്ള കരുത്ത് നീ എനിക്ക് നൽകി എന്ന പാബ്ലോ നെരൂദയുടെ വരികള് സാക്ഷ്യം വഹിക്കുന്നത് പോലെ 17 പ്രൗഢലേഖനങ്ങൾ. ശോഭിക്കുന്ന സുവിശേഷകൻ സംഖ്യയുടെ ഇരുവശത്തും പൂജ്യത്തെ ചേർക്കുമ്പോൾ മലമുകളിലെ വലിയ അബ്ദുള്ള, കാലം മാറ്റിവരച്ച ഭൂപടങ്ങൾ, കലാപഭാഷയുടെ കഥാരൂപങ്ങൾ, ജാതി ചോദിക്കുന്ന കാലം, തിരിച്ചറിവിന്റെ ബോധനശാസ്ത്രം, ഗോമാംസവും ഗോത്രമാംസവും, ശീലങ്ങൾ പിളർക്കപ്പെടുന്നു, ചരിത്രം ഭാവിയെ വായിക്കുന്ന വിധം, ജാതി ചോദിക്കുന്നു ഞാൻ സോദരി, വ്യാകരണമില്ലാത്ത മരണം, എന്റെ പിഴ വലിയ പിഴ, പശ്ചിമഘട്ടത്തിലെ രാഷ്ട്രീയം,
മരണചിന്തകൾക്ക് ഒരാമുഖം, ഉടലിന്റെ പ്രതിരോധ സാധ്യതകൾ, ഗോത്ര മനുഷ്യരെ കേരളം കൈകാര്യം ചെയ്യുന്ന വിധം എന്നിങ്ങനെ തലയെടുപ്പുള്ള തലക്കെട്ടുകളോടുകൂടി 17 ലേഖനങ്ങൾ. ജീവിക്കുന്ന ലോകത്തോട് നിരന്തരം സംവദിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരൻ സ്വന്തത്തോടും യുദ്ധം ചെയ്യുന്നു. എഴുതുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നാണ് എന്ന് തിരസ്കാരത്തിൽ KP അപ്പൻ എഴുതിയതിനെ സാക്ഷ്യം വെക്കുന്നവയാണ് ഷാജി പുൽപ്പള്ളി എന്ന എഴുത്തുകാരന്റെ ലേഖനങ്ങൾ. ശോഭിക്കുന്ന സുവിശേഷകൻ എന്ന ലേഖനം KP അപ്പൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ 20 കൃതികളിലൂടെയുള്ള സഞ്ചാരമാണ്. മലയാള സാഹിത്യത്തിന്റെ വിമർശക പ്രതിഭയായ KP അപ്പൻ എന്ന എഴുത്തുകാരന്റെ എഴുത്ത് രീതികളെ, വാക്കുകളുടെ തിരഞ്ഞെടുപ്പിനെ, അർത്ഥത്തിന്റെ സാധ്യതകളെയെല്ലാം കൃത്യമായി എഴുത്തുകാരൻ അടയാളപ്പെടുത്തുന്നു. സംഖ്യയുടെ ഇരുവശത്തും പൂജ്യത്തെ ചേർക്കുമ്പോൾ എന്ന ലേഖനം മലയാളത്തിലെ 2 കഥാകൃത്തുക്കളുടെ താരതമ്യമാണ്. ടി പത്മനാഭൻ എന്ന എഴുത്തുകാരന്റെ കഥയും സുഭാഷ് ചന്ദ്രന്റെ കഥയും താരതമ്യം ചെയ്യുന്ന എഴുത്തുകാരൻ യാതൊരുവിധ മുൻവിധികളുമില്ലാതെ കഥയെ സമീപിക്കുകയാണ്. ടി പത്മനാഭന്റെ മരിച്ചില്ല എന്ന കഥയും സുഭാഷ് ചന്ദ്രന്റെ പറുദീസ നഷ്ടം എന്ന കഥയെയും കൃത്യമായി വിലയിരുത്തി എഴുത്തുവഴികളിലെ സർഗവൈഭവത്തിന്റെ സാധ്യതകളെക്കുറിച്ച്, 2 എഴുത്തുകാരുടെയും എഴുത്തു രീതികളെക്കുറിച്ച് സധൈര്യം ഷാജി പുൽപ്പള്ളി വിലയിരുത്തുന്നു. മലമുകളിലെ വലിയ അബ്ദുള്ള പുനത്തിലുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന് പോകുന്ന എഴുത്തുകാരന്റെ അനുഭവത്തെക്കുറിച്ചാണ്. കാലം മാറ്റിവരച്ച ഭൂപടങ്ങൾ എന്ന ലേഖനം സത്യചന്ദ്രൻ പൊയിൽക്കാവ് എന്ന കവി അദ്ദേഹത്തിന്റെ കവിതകളെ ആഴത്തിൽ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന, മലയാളിയുടെ കവിതാ ബോധ്യങ്ങളിലേക്ക് കുറുങ്കവിതകളുടെ സാധ്യതകളെ മുഴുവൻ ഉപയോഗിക്കുന്ന കവിയെ പരിചയപ്പെടുത്തുകയാണ്. കലാപഭാഷയുടെ കഥാരൂപങ്ങൾ എന്ന ലേഖനത്തിൽ കുറുങ്കഥകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരൻ PK പാറക്കടവിന്റെയും കുറുങ്കഥകൾ എഴുതുന്ന അഷ്റഫ് അടൂരിനെയും പോലെയുള്ള എഴുത്തുകാരുടെ കഥകളുടെ സാധ്യതകളെക്കുറിച്ച്, മലയാളത്തിന്റെ ചിന്താബോധ്യങ്ങളെ ആഴത്തിൽ കോറിയിടുന്ന വിധത്തിൽ സമർത്ഥമായി വാക്കുകൾ ഉപയോഗിക്കുന്ന കഥകളെക്കുറിച്ച് എഴുതുന്നു. ജാതി ചോദിക്കുന്ന കാലം എന്ന പുസ്തകത്തിന്റെ തലക്കെട്ട് വഹിക്കുന്ന ലേഖനം പുരോഗതിയുടെ, ഉത്കൃഷ്ട ചിന്തയുടെ, വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ഏറ്റവും ഔന്നത്യങ്ങളിൽ വിരാജിക്കുന്നു എന്ന് വിചാരിക്കുന്ന മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ വേരോടിക്കഴിഞ്ഞ് എത്ര തൂത്താലും തേച്ചു കഴിഞ്ഞാലും മാറിപ്പോകാത്ത ജാതിബോധവും ജാതി ചിന്തയെയും കുറിച്ചുള്ള ലേഖനമാണ്. മനുഷ്യർ സംസാരിക്കാൻ ഭയപ്പെടുന്നതെന്തോ, ഉച്ചരിക്കപ്പെടാൻ മടിക്കുന്നതെന്തോ അതൊക്കെയും ഉറക്കെ പറയുന്ന ലേഖകൻ സമൂഹത്തിൽ ജാതി കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ജാതിയുടെ അധമബോധത്തെ നിലനിർത്തുന്നതിൽ വ്യവസ്ഥിതി എന്തുമാത്രം പങ്കുവഹിക്കുന്നു എന്നും കൃത്യമായി പറയുന്നു. ഗോമാംസവും ഗോത്രമാംസവും എന്ന ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ വളരെ ഉച്ചത്തിൽ വായനക്കാരോട് സംസാരിക്കുന്നു. ചരിത്രം ഭാവിയെ വായിക്കുന്ന വിധവും ജാതി ചോദിക്കുന്നു ഞാൻ സോദരി എന്നിവയെല്ലാം ഒരു നിലപാടുകളുള്ള, ഉറച്ച ചിന്തയുള്ള, നിരന്തരം സംവാദങ്ങൾ നടക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളാണ്. വ്യാകരണമില്ലാത്ത മരണം എന്നത് അധ്യാപകൻ എന്ന രീതിയിൽ എഴുത്തുകാരന്റെ തന്നെ ഒരു നേരനുഭവമാണ്. മരണം വ്യാകരണമില്ലാതായിത്തീരുന്നതും നിലയ്ക്കാത്ത മഴയിൽ അഴിച്ചെടുക്കാതെ തൂങ്ങിയാടുന്ന പ്രിയപ്പെട്ട ഒരു കുട്ടിയുടെ മരണം ഒരധ്യാപകന്റെ ആത്മാവിൽ കോറിയിട്ട സങ്കടകരമായ അനുഭവത്തിന്റെ ആവിഷ്കാരമാണ്. എന്റെ പിഴ വലിയ പിഴ എന്ന ലേഖനമാവട്ടെ അധ്യാപകൻ എന്താവാൻ പാടില്ല എന്നും അയാളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടതായ ചിന്തകൾ ഏതൊക്കെയാണ് എന്നും കൃത്യമായി വിളിച്ചു പറയുന്ന ലേഖനമാണ്. പശ്ചിമഘട്ടത്തിന്റെ രാഷ്ട്രീയം എന്ന ലേഖനമാവട്ടെ എങ്ങനെയാണ് ഭൂമിയിലെ സകല മനുഷ്യർക്കും ഇനി വരാൻ പോകുന്ന തലമുറയെയും മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പഠനങ്ങളെ അട്ടിമറിക്കുന്നത് എന്നും അതിൽ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കൃത്യമായ പങ്കുകൾ എന്താണ് എന്നുള്ളതും വെളിപ്പെടുത്തുന്നു. നിരന്തരമായി തന്റെ ചിന്തയോടൊപ്പം വരുന്ന മരണചിന്തകൾക്ക് ഒരാമുഖം എന്ന ലേഖനം ആത്മാംശം കലർന്ന ലേഖനമാണ്. ഗോത്ര മനുഷ്യരെ കേരളം കൈകാര്യം ചെയ്യുന്ന വിധം എന്ന ലേഖനം സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്ന ലേഖനമാണ്. എങ്ങനെയാണ് അടിമമക്ക എന്ന ആത്മകഥയിൽ ജാനു പൊതുസമൂഹം ഒരു ആദിവാസി ഗോത്ര നേതാവിനെ
കൈകാര്യം ചെയ്തത് എന്ന് കൃത്യമായി വിളിച്ചു പറയുന്ന ലേഖനമാണ്. സമകാലിക ജീവിതത്തിൽ കുറച്ചു കാലങ്ങളായിട്ടുള്ള അനുഭവങ്ങളെ തികഞ്ഞ തെളിവോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ ഒരെഴുത്തുകാരൻ സമീപിക്കുന്നതാണ് ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരന്തരമായ സംവാദങ്ങൾക്കുള്ള സാധ്യത തുറന്നു വെക്കുന്ന ഈ മനുഷ്യന്റെ ലേഖന സമാഹാരങ്ങളിലെ തലക്കെട്ടുകൾ തന്നെ ഉച്ചസ്ഥരം നമ്മൾ എന്തിനെയൊക്കെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു, എന്തിനെയൊക്കെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്തിനെയൊക്കെ കുറിച്ച് എഴുതേണ്ടിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നവയാണ്. കാലത്തെ ക്രൗര്യത്തോടെ വലിച്ചു കീറത്തക്കതല്ല ഈ ലേഖനങ്ങൾ എന്ന് എഴുത്തുകാരൻ ആമുഖമായി പറയുന്നുണ്ട്. സത്യമാവാം, പക്ഷേ കേവലം ഒഴുക്കിനനുസരിച്ച് മാത്രം നീങ്ങാത്ത, സ്വസ്തിയുടെ മറുപുറം തപ്പുന്ന, ജീവിച്ചിരിക്കുന്നു എന്നത് അന്യായമാവരുത് എന്നാഗ്രഹിക്കുന്ന മനുഷ്യർ ഈ പുസ്തകത്തെ കൈവിടില്ല. ഓരോ ലേഖനവും സ്വന്തത്തിനപ്പുറത്തേക്ക് വളരുന്ന ചേതനകളെ ചേർത്ത് വെക്കും, നീതിക്ക് വേണ്ടിയുള്ള ആളുന്ന ചിന്തകൾക്ക് വഴിയൊരുക്കും. ആത്യന്തികമായി മനുഷ്യൻ എന്ന സങ്കല്പത്തെ അത് വളർത്തും. ഏറ്റവും അങ്ങേയറ്റത്തുള്ള അശരണനെയും ചേർത്ത് പിടിക്കാൻ ഒരു കൈ നീളും എന്ന പ്രത്യാശ ബാക്കി നിർത്തും. ജാതി ചോദിക്കുന്ന കാലം വായിക്കപ്പെടും, ചർച്ച ചെയ്യപ്പെടും, അത് തീർച്ചയാണ്. ഉച്ചരിക്കപ്പെട്ട വാക്ക് അനാഥമാവാത്തതുപോലെ നന്മ തേടുന്ന ചിന്തയും അനാഥമാവില്ല. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ 4 വയനാടിൻ്റെ തലമുതിർന്ന എഴുത്തുകാരനും ഡോക്യുമെൻ്ററി സംവിധായകനും ചലച്ചിത്ര നിരൂപകനുമായ ഒ.കെ. ജോണിയുടെ കാവേരിയോടൊപ്പം എൻ്റെ യാത്രകൾ എന്ന ചരിത്രകൃതിയെ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ CV ജോയി പരിചയപ്പെടുത്തുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാട്, 7-ാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7-ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK.